ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വറുത്തരച്ച നല്ല നാടൻ ചെമ്മീൻ കറിയാണ്. അപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് ഉണ്ടാക്കാൻ അറിയാം. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ കറി ഓരോ സ്ഥലങ്ങളിലും വേറെ രീതിയിലായിരിക്കാം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതെൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പം എല്ലാവരും എൻ്റെ കൂടെ പോരെ, നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. രാവിലെ തന്നെ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നന്നായി വൃത്തിയാക്കിയിട്ട് പകുതി എടുത്തങ്ങ് നമുക്ക് കറി വെക്കാം. അപ്പം ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതേ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൂടി നോക്കാം. മൺചട്ടി ചൂടാകാൻ വെക്കാം. ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ അധികം എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ വറുത്ത് കൊടുക്കുന്ന ടൈമിൽ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 അല്ലി ചുമന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. തേങ്ങ വറക്കാൻ വെച്ചിട്ട് അങ്ങോട്ടൊന്നും മാറിക്കളയരുത്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടിക്ക് പിടിക്കും. തേങ്ങയുടെ കളറെല്ലാം ചെറുതായി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി, കുരുമുളക്, ജീരകം, ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 വറ്റൽമുളക് കൂടി ചേർത്ത് വറുത്തെടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ പാകത്തിന് വറവായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം മൺചട്ടിയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും, ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, കൊടംപുളി, അത് ഓരോരുത്തരുടെ പുളിയുടെ അനുസരിച്ച് എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പോൾ തേങ്ങയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതേ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ കുറുകി. പിന്നെ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ചേർത്ത കാരണം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം 2 പ്രാവശ്യം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ വീണ്ടും നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. കറി നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് മറിയുന്നുണ്ട്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയിട്ട്, പുളി കൂടുതലാണെങ്കിൽ 2 കഷ്ണം മാറ്റിയാൽ മതി. പുളി കൂടിപ്പോയാലും കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പുളി മാറ്റിയാൽ മതി. പിന്നെ നമുക്ക് കറിയിലേക്ക് താളിച്ചിട്ട് കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചെറിയൊരു പാൻ ചൂടാകാൻ വെക്കാം. ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാടൻ കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ചൂടായതിനു ശേഷം കടുക്, ഉലുവ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടി കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറൊക്കെ പാകത്തിനായിക്കോളും. അപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? പിറ്റേ ദിവസം ആവുമ്പോൾ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ.